മാസം 40,000 രൂപ സാലറി, ഫ്രീ ഫുഡ്, ഫ്രീ അക്കോമഡേഷൻ, 3 മണിക്കൂർ ജോലി, ബാക്കി സമയം കളി, ചിരി, പാട്ട്, ഡാൻസ്, വേണമെങ്കിൽ നിങ്ങൾക്ക് റീൽസ് ചെയ്യാം, റീൽസ് കാണാം, എന്ത് വേണോ ചെയ്യാം. പോകുന്നുണ്ടോ? കേട്ടപ്പോൾ എന്ത് രസമല്ലേ. ഇതെന്താണെന്നറിയാവോ? ഒലിവിയ എന്ന് പറഞ്ഞിട്ട് ഓൺലൈൻ ഒരു ബ്യൂട്ടിക്കുണ്ട്, അതിൻ്റെ പരസ്യമാണ് കേട്ടോ. എല്ലാ ശനിയാഴ്ചയും അവിടെ ഇതുണ്ട്, ഇന്റർവ്യൂ ഉണ്ട്. പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലി കിട്ടണമെങ്കിൽ കുറച്ച് സൗന്ദര്യമൊക്കെ വേണം, ഇച്ചിരി വെളുപ്പ് നിറം വേണം, സൗന്ദര്യം വേണം, അങ്ങനെയൊക്കെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഹിന്ദു, ക്രിസ്ത്യാനി പ്രിഫറൻസ്, മുസ്ലിംസ് അങ്ങോട്ട് ഡയലോഗത്തോട്ട് എടുക്കാൻ പാടില്ല. അപ്പം ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ജോലി കൊടുക്കും. ജോലി കൊടുത്തിട്ട് ഒരു മാസം ആകുമ്പോഴത്തേക്കും 40,000 രൂപ സാലറി എന്ന് പറയുന്നതിൽ നിന്ന് ഒരു 38,000 രൂപ സാലറി എന്ന് പറഞ്ഞിട്ട് വരും. അക്കൗണ്ടിൽ വരൂല സാലറി. അതിൽ 10,000 രൂപ ഡെപ്പോസിറ്റ് പിടിച്ചു, പിന്നെ ഒരു 3,000-4,000 ഫുഡിനും താമസത്തിനും എല്ലായിട്ട് 5,000 രൂപയ്ക്കകത്ത് കട്ട് ചെയ്യും. അപ്പോൾ ഫ്രീ ഫുഡോ എന്ന് നിങ്ങൾ ചോദിക്കും. എവിടെ ഫ്രീ ഫുഡൊന്നും ഇല്ല. തിന്നാമെങ്കിൽ കാശ് കൊടുക്കണം, കിടന്നുറങ്ങണമെങ്കിൽ കാശ് കൊടുക്കണം. അപ്പം 5,000. അപ്പോൾ എത്രയായി? 15,000 പോയില്ലേ. ഇനി കസ്റ്റമർ കംപ്ലൈൻറ്റ്. ഒരു ദിവസം ഒരു 4 കസ്റ്റമർ കംപ്ലൈൻറ്റ് പറയാണ്, നിങ്ങൾ ചുരിദാർ കൊള്ളൂല. ഇതാണ് കേട്ടോ ടോപ്പ്. 399, 499 രൂപയുടെ ടോപ്പ്. എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഒലിവിയ ഡിസൈൻസ് കാണാത്ത പെൺകുട്ടികൾ കാണൂല. കാര്യം ഇത്രയും കുറഞ്ഞ ചെലവിൽ ടോപ്പൊക്കെ കൊടുക്കുമ്പോൾ ചാടി വീണ് വാങ്ങും എല്ലാവരും. ഫ്രീ ഡെലിവറി എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പക്ഷെ ഫ്രീ കിട്ടോ ഇല്ലെന്നുള്ളത്, ഇവരെല്ലാം ഫ്രീ എന്നാണ് പറയുന്നത്. പക്ഷെ ഒരു പിണ്ണാക്കും കിട്ടത്തില്ല, അത് വേറെ കാര്യം. അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ എത്രയായി? നമ്മുടെ 38,000 നിന്ന് 15,000 പോയില്ലേ. പിന്നെ കട്ടിങ്, ഒരു കസ്റ്റമർ കംപ്ലൈൻറ്റ് പറഞ്ഞാൽ 1,000, വേറൊരു കസ്റ്റമർ കംപ്ലൈൻറ്റ് പറഞ്ഞാൽ 1,000. ചിലപ്പോൾ ഒരു ദിവസം തന്നെ 5 കസ്റ്റമർ കംപ്ലൈൻറ്റ് പറഞ്ഞാൽ 5,000. അങ്ങനെ ഒരു മാസം ഒരു 10 കസ്റ്റമർ കംപ്ലൈൻറ്റ് പറഞ്ഞാൽ 10,000 പോയി. അപ്പോൾ ഇപ്പം തന്നെ 25,000 ആയി. പിന്നെ അതിനകത്ത് എത്ര ഉണ്ട്? ഇങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് പൈസ കട്ടി. പാവപ്പെട്ട പെൺകുട്ടികൾ അവര് വീട്ടിൽ നിന്ന് എനിക്ക് ജോലി കിട്ടി 40,000 എന്നൊക്കെ പറഞ്ഞ് വീട്ടുകാരും ഒക്കെ സന്തോഷത്തോടു കൂടി, പാവങ്ങളാണെന്ന് വെച്ചാൽ നല്ല പാവങ്ങളായിരിക്കും. അപ്പോൾ അവർ സന്തോഷത്തോടു കൂടി അയ്യോ എൻ്റെ മോക്ക് ജോലി കിട്ടിയേ 40,000 രൂപ സാലറി ഇതാണെന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടു കൂടി പറഞ്ഞു വിടുകയാണ്. അപ്പം വീട്ടിൽ പറയാൻ ഈ കുട്ടികൾക്ക് വിഷമമാണ്. അച്ഛനും അമ്മയും വിഷമിക്കും. അവർ പല പ്രതീക്ഷകളും 40,000 കണ്ടുവച്ചിരിക്കും. അപ്പോൾ അവരാരോടും ഒന്നും മിണ്ടില്ല. പിന്നെ എന്താ സംഭവിക്കുന്നത്? ഈ 2-3 മാസം കഷ്ടപ്പെടുമ്പോൾ അവർക്ക് മടുക്കും, മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട് തോന്നും. കാര്യം ജോലി എടുത്താൽ കൂലിയില്ലല്ലോ. അപ്പോൾ അവർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മടിയാക്കിയിട്ട് തിരിച്ചു പോകും. അപ്പോൾ ഇവിടെ ആർക്കാ ലാഭം? കമ്പനിക്ക്. ഫ്രീ ആയിട്ട് 3 മാസം പണിയെടുത്തു, അപ്പം കമ്പനിക്ക് ലാഭം. ഇങ്ങനെ സ്ഥിരമായിട്ട് പറ്റിച്ച് ഒരു കൊച്ച് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, നിങ്ങൾക്ക് ഒലിവിയ ഡിസൈൻസിനെ കുറിച്ച് എന്താ അഭിപ്രായം എന്ന് ചോദിച്ചിട്ട്, അവിടുത്തെ ജോലിയെ കുറിച്ച് എന്താ അഭിപ്രായം എന്നൊക്കെ ചോദിച്ചിട്ട്, അയ്യോ അതിന്റെ താഴെ വന്ന കമന്റ് കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇത്രയും കുട്ടികൾ ദുരിതം അനുഭവിച്ചു എന്ന് കേൾക്കുമ്പം ആഹാരത്തിന് പൈസ, എല്ലാത്തിനും പൈസ മേടിക്കുന്നത് പോരാത്തേന് ഭയങ്കര രാജാവ് രാജ്ഞിയും അവിടെ മുതലാളിമാര് അടിമകളെ പോലെയാണ് ആ കുട്ടികൾ. പക്ഷെ റീൽസ് ഒക്കെ കാണണം കേട്ടോ. അയ്യോ എല്ലാവരും ഭയഭക്തി ബഹുമാനത്തോടു കൂടി നിൽക്കുന്നു, ഭയങ്കര സ്നേഹത്തോടു കൂടി നിൽക്കുന്നു. എന്റെ കുട്ടികൾക്ക് ഞാൻ ചോറ് വിളമ്പിക്കൊടുക്കുന്നു, വാരിക്കൊടുക്കുന്നു, ഒരു ബഹളം തന്നെ. അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. അവർക്കൊഴികെ ബാക്കി എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. എല്ലാ ആഴ്ചയിലും അവര് ജോലിക്ക് വേണ്ടിയിട്ടുള്ള ആഡ് ഇടും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഇത്രയും കാലങ്ങളായിട്ട് ഈ പരസ്യം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എത്ര കുട്ടികൾ അവിടെ ജോലി ചെയ്യും, ജോലി വേണ്ടാന്ന് വെച്ച് പോയിട്ടുണ്ടാവും. ഇതൊന്നും ചിന്തിക്കാതെ ജോലിയുടെ ഇത് കേൾക്കുമ്പോൾ എല്ലാവരും അതിലേക്ക് വീണു പോവും. സ്വാഭാവികം. പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം ഇന്നത്തെ കാലം അതാണ്. ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയുള്ള ചതിക്കുഴികൾ കണ്ടാൽ ഒന്നും അറിയാതെ പോയി അതിൽ ചെന്ന് വീഴും. അപ്പോ ഇതൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്ന സംഭവം. വല്ലതും നിങ്ങൾ അറിയുന്നുണ്ടോ? ഈ യൂട്യൂബില് ഫേസ്ബുക്കിലൊക്കെ വരുന്ന ഓരോ വാർത്തയുടെ അടിയിൽ പോയി കമന്റ് ഇട്ട്, പിന്നെ സോഷ്യൽ മീഡിയയിൽ അയ്യോ മീരാനന്ദന്റെ ഭർത്താവ് സുന്ദരനല്ല, അവന്റെ മൂക്ക് ഇങ്ങനെ ഇരിക്കണം, മൂക്ക് വളഞ്ഞിരിക്കണം, ചത്തിരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമന്റ് ഇടുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെയുണ്ട് അങ്ങ് അവിടെ ഭയങ്കര സംഭവമാണ്, ഇവിടെ ഇതാണ് വെച്ച് അപ്പുറത്ത് അതാണ്. നമ്മുടെ ഫ്രണ്ടിൽ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് മനുഷ്യരെ. അതിന് പ്രതികരിക്കും. പാവപ്പെട്ട പെൺകുട്ടികൾ വല്ലതും പറഞ്ഞു പോയി കഴിഞ്ഞാൽ എന്താണ്
അവരെ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ അവരെ കൂട്ടം ചേർന്ന് ആക്രമിക്കുക. പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ നീ പോലീസ് സ്റ്റേഷനിൽ പോയി, എൻ്റെ കോടികളുണ്ട്, ഞാൻ കോടികൾ ഇറക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക. പാവപ്പെട്ട പെൺകുട്ടികളാകുമ്പോൾ ചോദിക്കാനും പറയാനും ആരുമില്ല. അത് തന്നെയാണ് കാര്യം. അങ്ങനെ സംഭവിക്കുന്ന ഈ കാര്യങ്ങൾക്ക് ആരെങ്കിലും ഒക്കെ ഒന്ന് പ്രതികരിച്ച് കാണടേ. യൂട്യൂബിൽ കുറെ പേര് കിടന്ന് പ്രതികരിക്കുന്നുണ്ട്. അതിൽ കുറച്ച് പേര് ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തൊഴിലിടത്തെ അപമാനിക്കുന്നു. പക്ഷെ അങ്ങനെയല്ല, നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തൊഴിൽ സ്ഥാപനത്തെ ഞങ്ങൾ തകർക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് തകർക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരെയും കണ്ടു. എന്ത് മനുഷ്യരാണെന്നാണ് ആലോചിക്കുന്നത്. ഇത്രയേറെ പെൺകുട്ടികൾ ഓരോ വീഡിയോയുടെ അടിയിലും വന്ന് ചേച്ചി എനിക്കിങ്ങനെ, ചേട്ടാ എനിക്കിങ്ങനെ, ചേച്ചി അവിടെ ഇങ്ങനെയാണ്, ചേട്ടാ അവിടെ ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോഴും അതിന് യാതൊരു റെസ്പോൺസും കൊടുക്കാതെ അവർ ചുമ്മാ പറയുന്നതാണോ, അവരെന്തുകൊണ്ട് പ്രതികരിച്ചില്ല, അവരെന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് എന്ത് പറയാൻ. അപ്പൊ എല്ലാവർക്കും നല്ല ദിവസമാവട്ടെ. ബൈ.